ഹായോൾ. അപ്പം നമ്മൾ അടിക്കുന്നത് കഫ്താനായിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പം ഇതിനെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ മാക്സിക്കൊക്കെ മടക്കൂലേ, ഇതേപോലെ നമ്മൾ മാക്സിൻ്റെ മടക്കലില്ലേ, ഫസ്റ്റ് ഇങ്ങനെ അപ്പോൾ നമ്മളിതാ ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അത് ക്ലോസ്ഡ് പാർട്ടാട്ടോ, അത് ഓപ്പൺ പാർട്ടേക്കാരം. അപ്പോൾ നമ്മൾ ഈ ക്ലോസ്ഡ് പാർട്ടിലാണ് കണ്ടോ ഇങ്ങനെ തുറക്കാൻ കഴിയാത്ത ഈ ഭാഗത്താണ് നമ്മൾ നെക്കിൻ്റെ അളവൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ അളവ് എടുക്കാം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ അളവാട്ടോ എടുക്കുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ വിടുത്ത് അടയാളപ്പെടുത്താം. ഒരു 3.5 കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വിടുത്ത്. ഇനി നമുക്ക് അതിൻ്റെ ലെങ്ത്ത് നോക്കാം. ഞാൻ റൗണ്ട് നെക്കാട്ടോ, ഫ്രണ്ടിലൊരു ചതുരവും പിന്നെ ബാക്കിൽ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ടും റൗണ്ടാക്കി കൊടുക്കുക. ചിലരൊക്കെ വി ആക്കിയാണ്ട് കൊടുക്കുക. ഞാൻ വി ആണെങ്കിൽ നമ്മൾ 4 or 5 ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ, കാരണം ഇങ്ങനെ വരണ്ടേ, അപ്പോൾ കുറച്ച് ലെങ്ത്ത് വേണ്ടേ. അപ്പോൾ അതിന് ഞാനൊരു 3.5 ആട്ടോ ഫ്രണ്ട് നെക്കിന് എടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചെടുത്തിക്കണ്. എന്നിട്ട് നമുക്ക് ഒരു 1.5 എടുത്തിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ഷേപ്പൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാട്ടോ ഫ്രണ്ട് നെക്ക്. ഇതിൻ്റെ ലെങ്ത്ത് ഒരു 38 ആട്ടോ. ഞാൻ ടോപ്പാക്കിയാണ്ടാണ് അടിക്കുന്നത്. ഇത് മാക്സി ആയിങ്ങാണ്ട് നമ്മൾ ഫുള്ള് നൈറ്റ് ആയിങ്ങാണ്ട് അടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഫുള്ള് നമ്മൾ ലെങ്ത്ത് എത്രയാണോ അത്ര എടുക്കാം കേട്ടോ. ഞാൻ ബാക്ക് നെക്ക് ഒരു 2 ആട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2 അടയാളപ്പെടുത്തി വെക്കാം. ഇനി നമുക്ക് ഈ നെക്ക് കട്ട് ചെയ്തെടുക്കാം, ഫ്രണ്ട് നെക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 ആട്ടോ എടുത്തിട്ടുള്ളത്. ബാക്ക് നെക്കിൻ്റെ അളവ് ഞാൻ ഇനി കഴുത്തിൽ വെക്കാനുള്ള ക്രോസ് പീസാട്ടോ അത്. കണ്ടോ ഇങ്ങനെ വെട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഉള്ളിക്കാക്കി എടുക്കുമ്പോൾ ഈ കളർ കാണില്ല. അപ്പം നമുക്ക് കഴുത്ത് ആദ്യം അടിച്ചെടുക്കണം, എന്നിട്ടാണ് നമ്മൾ ഷേപ്പൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കിത് ഇതിൻ്റെ ലുക്ക് കാണാം. ഇത് ഇനി ഇതുണ്ടോ കഴുത്ത് ഫ്രണ്ടും ഇതും. അപ്പോൾ ഇങ്ങനെ കേട്ടോ നെക്ക്. അപ്പോൾ ഇത് ഫ്രണ്ടും ഇത് ബാക്കും നമുക്ക് ഈ ക്രോസ് പീസ് ഇതിന്മേൽ അടിച്ചെടുക്കാം. നമ്മൾ ക്രോസ് പീസ് വെച്ചുകൊണ്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ക്രോസ് പീസ് ഇങ്ങനെ ഇതുള്ളത് അപ്പോൾ നമ്മൾ ഇത് അടിച്ചെടുത്തിക്കണ്. ഇനി നമുക്ക് മെയിൻ സ്റ്റിച്ച് പെടാതെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഫുള്ള്. അപ്പോൾ നമുക്കിത് ഫുള്ള് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ ഇങ്ങനെ നമ്മൾ മറിച്ചിട്ട് ഇത് ഇങ്ങോട്ടല്ലേ ഇനിയോ ഇങ്ങനെ അത് ഇങ്ങോട്ടാക്കിയാണ്ട് ഉള്ളിക്കാക്കിയാണ്ട് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴുത്ത് ഫുള്ള് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കഴുത്തൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ അപ്പം നമ്മൾ കഴുത്തൊക്കെ ഇതേപോലെ 2 ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് അപ്പം നമ്മൾ ഇനി എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ സൈഡ് ഫുള്ള് അടിച്ചെടുക്കുക. 2 സൈഡും ഇങ്ങനെ മടക്കിയാണ്ട്. അപ്പം നമ്മൾ എല്ലാ ഭാഗവും 2 ഭാഗത്തിലും നമ്മളിങ്ങനെ മടക്കിയാണ്ട് ഒന്ന് ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ബോഡീൻ്റെ ഇവിടെ അലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അലാസ്റ്റിക് വെക്കണം. ഞാനൊരു 40-ലാട്ടോ. കണ്ടോ ഈ 40-ൽ അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ 2 അലാസ്റ്റിക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഇഞ്ചസ് ഗ്യാപ്പിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അലാസ്റ്റിക് കൊടുക്കാനുള്ള നീളം കണ്ടോ 6 ആണ്. അപ്പോൾ ഈ 6-ൽ അടയാളപ്പെടുത്തിയാണ്ട് നമുക്ക് ഇങ്ങനെ 3 വര വരച്ചെടുക്കാം. നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ നമുക്ക് ബാക്കിലും വരച്ചു കൊടുക്കുക. എന്നിട്ട് അലാസ്റ്റിക് വെട്ടിയെടുക്കാം.
ഇതാണ് കേട്ടോ നമ്മൾ സൈഡൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ അലാസ്റ്റിക്കാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ അലാസ്റ്റിക് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് കാണിച്ചു തരാം. ഇതാണ്ടോ ഹാഫ് ആട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ വരച്ചത് ഒരു 6, ടോട്ടലി നമ്മളൊരു 12 ഉണ്ടാവും ഇത് അതിൻ്റെ നീളം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹാഫ് എടുക്കുക. എന്നിട്ട് 2 പീസ് ഇങ്ങനെ വെട്ടിയെടുത്തു ഹാഫ്. അപ്പോൾ ഒരു 6 ഒക്കെ ഉണ്ടാവും. ഈ 6 ഇഞ്ചിൻ്റെ ഒരു അലാസ്റ്റിക് വെട്ടിയെടുത്തു. ഇനി നമുക്കിത് സെൻറ്ററിൽ വെച്ചിട്ട് നല്ല വലിച്ച് പിടിച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ നമ്മളിതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് മാക്സിമം വലിച്ച് പിടിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അടിച്ചെടുക്കാം. വലിച്ച് പിടിച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം. കണ്ടോ നമ്മൾ 2 ഇങ്ങനെ അടിച്ചെടുത്തു കേട്ടോ. അപ്പം അങ്ങനെ കാരണം ബാക്കിൽ അടിക്കണില്ല, ഫ്രണ്ടിൽ മാത്രം കൊടുക്കുന്നുള്ളൂ. നമുക്ക് സൈഡ് ഇതിൻ്റെ അളവിന് ഇങ്ങനെ സൈഡൊന്ന് മൂട്ടിയെടുക്കാം. എന്നിട്ട് അടി അടിച്ചാൽ നമ്മളെ ഡ്രസ്സ് സെറ്റായിട്ടോ. ഇനി ഇതിൻ്റെ ഷേപ്പാട്ടോ നമുക്ക് അടിച്ചെടുക്കേണ്ടത്. സൈഡ് 2 മൂട്ടി കൊടുക്കാൻ. അപ്പം ഇത് 2 ആക്കി മടക്കി എന്നിട്ട് സെൻറ്ററിൽ നിന്ന് കണ്ടോ, സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ 9 അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. ഇനി നമുക്കത് അങ്ങനെ അടിച്ചെടുക്കാം. എന്നിട്ട് അടി അടിച്ചാൽ നമ്മൾ ടോപ്പായി. അപ്പം നമുക്ക് സൈഡ് അടിച്ചിട്ട് അടി അടിച്ചെടുക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഫൈനൽ ലുക്ക്. ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ എലാസ്റ്റിക് കൊടുത്തു. ഹാഫ് സ്ലീവിൽ വരും.